എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പർ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. യേശുക്രിസ്തുവിന്റെ ഉത്ഥാന തിരുനാൾ ഈസ്റ്റർ ഒരിക്കൽ കൂടി സമാഗതമാവുകയാണ്. എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും സമർത്ഥമായി നേരുന്നു. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ ഭാവി മഹത്വത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വാഗ്ദാനമാണ്. മരിച്ചതിന് ശേഷം സ്വയം ഉത്ഥാനം ചെയ്ത് ലോകത്തെ കടന്നു വന്ന കർത്താവായ യേശു ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുരുഷനായി നിലകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ ഈ ഉത്ഥാനം വളരെ പ്രാധാന്യമുള്ള ചരിത്ര സംഭവം ആയതുകൊണ്ട് ചരിത്രപണ്ഡിതനായ ബോസ്വേ പറയുന്നത് ചരിത്രത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനമാണ്, ഈസ്റ്ററാണ് എന്നുള്ളതാണ്. മരിച്ചതിന് ശേഷം എല്ലാ മനുഷ്യരും പ്രത്യാശയോടെ ഈ ലോകം വിട്ട് പോകുമ്പോൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഖബറിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് ലോകത്തിൽ അനേക ആൾക്കാർക്ക് പ്രത്യക്ഷനാവുകയും അവരോട് രക്ഷയുടെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ഈസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് അത് മരണത്തിന്റെ മേൽ യേശുക്രിസ്തു നേടിയ വിജയമാണ്. ഈസ്റ്ററിന്റെ സന്ദേശം നിത്യ ജീവന്റെ സന്ദേശമാണ്. ഈസ്റ്ററിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ജീവന്റെ സംസ്കാരമാണ്. ഈ ലോക ജീവിതത്തില് പരിമിതപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ഈ ലോക ജീവിതം പൂർത്തിയാക്കി മരണത്തിലൂടെ നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടവനായിരിക്കുന്നുവെന്ന് യേശുക്രിസ്തുവിന്റെ നിത്യജീവന്റെ സന്ദേശം നമുക്ക് വാഗ്ദാനം നൽകുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കപ്പെടുന്നത് മനുഷ്യ ജീവന്റെ മേലാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന വിദ്വേഷം, ശത്രുത, അതുപോലെ തന്നെ വെറുപ്പ്, തിരസ്കരണം, രോഗം, ഇതുപോലെ യുദ്ധം, മരണം തുടങ്ങി ജീവന്റെ മേൽ ആഘാതമേൽപ്പിക്കുന്ന മരണ സംസ്കാരത്തെ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം ജീവ സംസ്കാരമായി, നിത്യജീവന്റെ സംസ്കാരമായി, നിത്യജീവന്റെ വാഗ്ദാനമായിട്ട് ലോകത്ത് നൽകുന്നു എന്നതാണ് ഈസ്റ്ററിന്റെ സന്ദേശം. ഉത്ഥാനം ചെയ്തവനായ യേശു ലോകത്തിന് വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും വാഗ്ദാനം കൂടിയാണ്. സമാധാനം എന്ന് പറയുന്നത് മനുഷ്യൻ ഉള്ളിൽ അനുഭവിക്കുന്ന സുസ്ഥിതിയാണ്. ഇത് ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് നേടാവുന്ന ഒന്നല്ല, മറിച്ച് ദൈവ മനുഷ്യ ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ആന്തരിക സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് സുസ്ഥിതി എന്ന് പറയുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന്
പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന മനുഷ്യനെ കാൽവറിയിലെ വീണ്ടെടുപ്പ് വഴിയായി അവന്റെ പാപങ്ങൾ മോചിച്ച് അവനെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തി ആന്തരികമായ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകിയ ദിവസമാണ് യേശുവിന്റെ ഉയർപ്പ് തിരുനാൾ എന്ന് പറയുന്നു. യേശുവിന്റെ ഉത്ഥാനം ദൈവത്തിന്റെ അഗാധമായ സ്നേഹം വെളിപ്പെടുത്തുന്നതായ സന്ദേശം കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-16 നമ്മളെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചുവെന്ന്. യേശുക്രിസ്തു ഈ ലോകത്ത് ജനിച്ചത് പിതാവായ ദൈവത്തിന് മനുഷ്യരിലുള്ള അനന്തമായ സ്നേഹ നിമിത്തമാണ്. യേശുക്രിസ്തു ലോകത്തിന് നൽകിയ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. യേശുക്രിസ്തു കാൽവരിയിലെ യാഗമാകുന്നതിന് മുമ്പ് പെസഹ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ശ്ലീഹന്മാരുടെ പാദങ്ങളെ കഴുകി ചിമ്മിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല മാതൃക കാണിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി എന്ന് വരികിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകി ചിമ്പിച്ച് സ്നേഹത്തിന്റെ വലിയ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ശത്രുക്കളെ നിങ്ങളെ സ്നേഹിക്കണം. എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. രക്ഷാകരമായ സന്ദേശം യേശുക്രിസ്തു ലോകത്തിനോടുത്ത സന്ദേശം എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിനപ്പുറത്ത് ഒരു സന്ദേശം, ഈസ്റ്റർ സന്ദേശം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകും. ഉദ്ധാനം ചെയ്തവനായ യേശു നമുക്ക് നൽകുന്ന ഈ വലിയ ആഹ്വാനം, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ രൂപത്തിലെ സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെയും ഉപാധി കൂടാതെ സ്നേഹിക്കുന്ന ഒരു ഹൃദയ വിശാലതയാണ് സുവിശേഷം എന്ന് പറയും. എല്ലാ മനുഷ്യരെയും, വ്യത്യാസപ്പെട്ട അഭിപ്രായമുള്ളവരെയും ദർശനങ്ങളുള്ളവരെയും പ്രത്യേക ശാസ്ത്രങ്ങളുള്ളവരെയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെല്ലാം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ ഈസ്റ്റർ നമുക്ക് നൽകുന്നതായ ആ സന്ദേശം എന്ന് പറയും. അത് നിരുപാധികം ക്ഷമിക്കുന്ന സ്നേഹമാണ്, കരുണ കാണിക്കുന്ന സ്നേഹമാണ്, ദൈവത്തോട് പ്രത്യുപകാരം ചെയ്യുന്നതായിട്ടുള്ള ആ സ്നേഹമാണ്. ഈസ്റ്റർ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. 90-ാം സങ്കീർത്തനം നമ്മളെ വായിക്കുന്ന അവസരത്തിൽ മനുഷ്യ ജീവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം ഒരു മനുഷ്യൻ ഈ ലോകത്തെ ജീവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ജീവിത ദൈർഘ്യം ഈ കാലയളവില് കുറെ കൂടിയൊക്കെ കൂടിയിട്ടുണ്ട് എന്ന് വരികയിൽ തന്നെയും അത് അനന്തമായി നീളുന്നതല്ല. അപ്പോൾ ഈ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ ലോകത്തെ ജീവിച്ച് 70-80 വർഷം ജീവിച്ചു കഴിഞ്ഞ് ഇവൻ എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളും ആരെന്ന് വരികില് നിരാശാജനകമായ തത്വശാസ്ത്രങ്ങളൊക്കെ നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു കടന്ന് വന്നിട്ട് മനുഷ്യന് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശം ഈസ്റ്ററായി നൽകിയത്. യേശു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ലോകത്തെ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന് കൊടുത്ത സാക്ഷ്യം എന്താണ്? മരണത്തിന് ശേഷം മനുഷ്യർക്ക് നിത്യാജീവനുണ്ട് എന്നും പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ഓരോ മനുഷ്യനും കിടന്ന് ചെന്ന് ജീവിക്കുവാൻ സാധ്യമാകും എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആദിമ ക്രൈസ്തവർ വലിയ പ്രത്യാശയുള്ളവരായി.
അതുകൊണ്ട് അവരെ മറ്റുള്ള ജനങ്ങളെ വിളിച്ചിരുന്നത് ഉത്ഥാനത്തിന്റെ മക്കളെന്നാണ്. ധാരാളം ആൾക്കാര് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരില് രക്തസാക്ഷികളാവുകയും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ 300 വർഷക്കാലം പീഡനങ്ങൾ ഏൽക്കുകയും ചെയ്തു. 313 ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്തുകൊണ്ടാണ് കഠിനമായ പീഡനങ്ങളും മരണവും രക്തസാക്ഷ്യവും ക്രൈസ്തവര് ഏറ്റെടുക്കുവാൻ ഇടയായതെന്ന് ചോദിച്ചാൽ, ആദ്യ കാലങ്ങളില് ക്രൈസ്തവര് ആരാധനാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോകുമ്പോൾ അവര് പറഞ്ഞിരുന്നത് മാരോനീത്ത, കർത്താവ് വേഗം വരും, അതുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലും വിശ്വാസ നേരെയും ആരാധനയുടെ നേരെയും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളില് കയ്യേറ്റങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അനേകായിരം ആൾക്കാര് സഭയുടെ ചരിത്രത്തില് രക്തസാക്ഷികളായിട്ടുണ്ട്. അവരെ അതിനെ പ്രചോദിപ്പിച്ച് ധൈര്യമുണ്ടാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ലോക ജീവിതം ശാശ്വതമല്ല എന്നും യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലൂടെ വാഗ്ദാനം ചെയ്ത നിത്യ ജീവനാണ് മനുഷ്യനെ മഹത്വത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതുമായ ചിന്തയാണ്. അതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറയുന്നത് മനുഷ്യ കുലത്തിന് മുഴുവൻ ഭാവി മഹത്വവും ഉത്ഥാനവും പ്രതീക്ഷയും നൽകുന്ന വലിയ തിരുനാളാണ്. ഈ ഈസ്റ്റർ നാം ആഘോഷിക്കുന്ന അവസരത്തിൽ ഈസ്റ്ററിന്റെ സന്തോഷം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ, അതിൻ്റെ സമാധാനവും സ്നേഹവും പങ്കെടുക്കുവാൻ, ഈസ്റ്റർ നൽകുന്നതായ ശാന്തിയും സമാധാനവും കരുണയും നീതിബോധവും എല്ലാം സമൂഹത്തില് കൂടുതലായിട്ട് സാക്ഷികളാക്കി തീർക്കുവാനായിട്ടും യേശു വാഗ്ദാനം ചെയ്ത ദൈവമക്കളുടെ സ്വാതന്ത്ര്യമുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുവാൻ ഈ ഈസ്റ്ററിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്ററിന്റെ അനുഗ്രഹങ്ങളും ആശംസകളും ഒരിക്കല് കൂടി നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കും. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.